സമരാഗ്നി പര്യടനം നടത്തുന്ന 8ാമത്തെ ജില്ലയാണ് എറണാകുളം. കഴിഞ്ഞു പോയ എല്ലാ ജില്ലകളിലും ഒരു പുതിയ സംഭവമായി, ഒരു പുതിയ ആവേശമായി ജനഹൃദയത്തിലേക്ക് ഈ ജാഥയുടെ ലക്ഷ്യം എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണ് 9ാമത്തെ ദിവസത്തെ തുടർച്ച. സമരാഗ്നി യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ട് ഇന്ന് 12ാമത്തെ ദിവസമാണ്. 12ാമത്തെ ദിവസം. കഴിഞ്ഞ ദിവസം ആലുവയിലും മെറൈൻ ഡ്രൈവിലും നടന്ന പൊതുസമ്മേളനങ്ങളിലും സ്വീകരണ പരിപാടികളിലും 10,000-ങ്ങളാണ് പങ്കെടുത്തത് എന്ന് മാധ്യമങ്ങൾ സാക്ഷിയാണ്. ഇത്രയേറെ ആവേശത്തോടുകൂടി ഒരു സമരമുഖത്തേക്ക് കടന്നു വന്ന ചരിത്രം കോൺഗ്രസിൻ്റെ അടുത്ത കാലത്തെ ചരിത്രത്തിൽ ഒരു ആദ്യത്തെ സംഭവമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നത്. അതിൻ്റെ അർത്ഥം ഞങ്ങൾ പറയുന്നത് അവർ സ്വാഗതം ചെയ്യുന്നു, ഉൾക്കൊള്ളുന്നു എന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനം. പ്രവർത്തകന്മാരോട്, സാധാരണക്കാരുടെയും പ്രവർത്തകന്മാരുടെയും ഒരു പാർട്ടി നേതൃത്വം പറയുന്നത് മനസ്സിൽ തട്ടി പ്രതിഫലിച്ചോ എന്നതിൻ്റെ തെളിവാണ് ഈ ജനസാഗരം എന്നതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. വലിയ ജനപങ്കാളിത്തമാണ് പ്രക്ഷോഭയാത്രയിൽ പിന്നിട്ട ഓരോ ജില്ലയിലും ഞാനും നിങ്ങളുമൊക്കെ കണ്ടത്. ഇന്നിപ്പോൾ വളരെ ഒരു വിവാദമായൊരു വിഷയത്തിലേക്കാണ് ഇന്നലത്തെ ഒരു സംഭവം. ഹൈക്കോടതിയിലുണ്ടായ പുതിയ ഒരു ജഡ്ജ്മെൻറ്റ്, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് ഒരു വലിയ സംഭവമായി മാറുകയാണ്. ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല ഒരു ക്രിമിനൽ കേസിൻ്റെ അകത്ത് വിട്ടയക്കപ്പെട്ടവർ വീണ്ടും അത് അപ്പീൽ പോയതിന് ശേഷം അവരെ പ്രതിയായി കാണാനും അവർക്ക് ശിക്ഷ കൊടുക്കുന്ന ഒരു നടപടി എൻ്റെ ഓർമ്മയിൽ അടുത്തൊന്നുമില്ല. ഞാൻ കോടതിയായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരാളാണ്. ആദ്യത്തെ ഒരു സംഭവമാണിത്. അവർ പോയത് അപ്പീലാണ്. ആ അപ്പീൽ പോയതിൻ്റെ അകത്ത് അപ്പീൽ പോയ വിഭാഗത്തിൻ്റെ ആളുകളെയാണ് ഇപ്പോൾ ആ കേസിൻ്റെ അകത്ത് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ ആ കേസിൻ്റെ അകത്ത് ഇനിയും അകത്താകേണ്ടവരുണ്ട്. 2 ജില്ലകളിലെ പാർട്ടി ക്രിമിനലുകളാണ് ആ കേസ് നടത്തിയത് എന്ന് പറയുമ്പോൾ 2 ജില്ലകളിലെ പാർട്ടി ക്രിമിനലുകളെ യോജിപ്പിക്കണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവും സമ്മതവും മുൻകൈയുമില്ല എങ്കിൽ അങ്ങനെ ഒരു കൊലപാതകം നടക്കില്ല. ചന്ദ്രശേഖരന് നേരത്തെ ഒരു വെല്ലുവിളിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവന് വെല്ലുവിളി നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ ഒരു കാലത്ത് തീപ്പൊരിയായിരുന്നു ചന്ദ്രശേഖരൻ. CPM-ൻ്റെ അഗ്നിയാണ് അവിടെ ആ പ്രദേശത്ത്. പക്ഷേ നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അകന്നപ്പോൾ ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്യാൻ നടത്തിയ ഗൂഢാലോചന കോടതി അതുപോലെ വിലയിരുത്തി എന്നതിൽ വളരെയേറെ സംതൃപ്തിയുണ്ട്. ഇപ്പോൾ 2 പേർക്ക് കൂടെ ശിക്ഷ കൊടുത്തിരിക്കുന്നു. 2 പേർക്ക് കൊടുത്തത് കൊണ്ട് മാത്രം ശിക്ഷ പൂർണ്ണമാവുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ഇതിന് നേരത്തെ, ഈ സംഭവത്തിന് നേരത്തെ പറഞ്ഞു കേട്ട സംഭവമാണ്. അവിടുത്തെ പ്രാദേശിക തലത്തിലെ പാർട്ടി പ്രവർത്തകന്മാരും നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇവരുടെ ചന്ദ്രശേഖരനോടൊപ്പം നിൽക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരും അല്ലാത്തവരും ഒക്കെ പറഞ്ഞു കേട്ടതാണ്. അവിടെ ഒരു പിണറായി വിജയൻ, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹവുമായി ചന്ദ്രശേഖരൻ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു, ശക്തമായ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു. പിണറായി വിജയൻ കൊടുത്തൊരു നിർദ്ദേശം അദ്ദേഹം പ്രാവർത്തികമാക്കിയില്ല എന്നതിൻ്റെ പുറത്ത് ചന്ദ്രശേഖരനും അവരും തമ്മിൽ ഭയങ്കരമായ പടവലിയായിരുന്നു. ഇതിൻ്റെ പിറകിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇത് കോഴിക്കോട് ജില്ലയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് കൊലയാളികൾ കോഴിക്കോട് ജില്ലയിൽ വരണമെങ്കിൽ സംസ്ഥാന നേതൃത്വം അറിയാതെ വരാൻ ഒരു സാഹചര്യമില്ലല്ലോ. സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ CPM-നെ പോലത്തെ ഒരു പാർട്ടിയുടെ പ്രവർത്തകന്മാർ ജില്ല മാറി ഒരു അക്രമത്തിന് പോകാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ കൊലപാതകത്തിൻ്റെ പിറകിൽ അവസാനത്തെ വാക്ക് അത് പിണറായി വിജയൻ്റെതാവാനാണ് സാധ്യത. തുടർന്ന് കോടതി അന്വേഷണവുമായി മുമ്പോട്ട് പോയാൽ ഈ കഥ അവിടെ എത്തുമെന്നാണ് നാട്ടിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരും മനസ്സിൽ നോക്കിക്കാണുന്നത് എന്നതാണ് സത്യം. ഒരിക്കൽ ശിക്ഷിച്ചവരുടെ ശിക്ഷ ശരിവെച്ചെന്ന് മാത്രമല്ല 2 CPM നേതാക്കൾക്ക് കൂടി ഹൈക്കോടതി ശിക്ഷ വിധിച്ചു. A. കൃഷ്ണൻ, ജ്യോതി ബാബു എന്നീ CPM നേതാക്കൾ കൂടി കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ വിചാരണ കോടതി വിട്ടയച്ചവരാണ് ഇവർ. പുതുതായി അവർക്ക് അനുകൂലമായ വിധി വാങ്ങാനാണ് പോയത്. പക്ഷേ കിട്ടിയത് അവർക്ക് ശിക്ഷയാണ്. ശിക്ഷ കൂടുതൽ കിട്ടിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ടി.പി. ചന്ദ്രശേഖരനെ പുതപ്പിച്ച് കിടത്തുമെന്നും ചന്ദ്രശേഖരൻ്റെ തലച്ചോറ് തെങ്ങിൻ പൂക്കല പോലെ റോഡിൽ ചെതറി വീഴുമെന്നും പ്രസംഗിച്ച ആളാണ് കൃഷ്ണൻ. അതൊക്കെ നേരത്തെ വന്നതാണ്, ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അതൊക്കെ. ജ്യോതി ബാബു കൊലയാളികളുമായി തുടർച്ചയായി ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകളാണ്
ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്നത്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സി മോഹനെ വിട്ടയച്ചതാണ് വിധിയിലെ ഒരു പ്രധാനപ്പെട്ട ന്യൂനത. ഇതിനെതിരെ അപ്പീൽ പോകുമെന്ന് KK രമ MLA തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ കോൺഗ്രസും പിന്താങ്ങുന്നു. കോഴിക്കോട്, കണ്ണൂർ എന്നീ 2 ജില്ലാ കമ്മിറ്റികൾ കൂടിയാലോചിച്ച് നടത്തിയ നിഷ്ഠൂരമായ കൊലപാതകമാണ്. അതുകൊണ്ട് ഉന്നത നേതൃത്വമറിയാതെ ഇങ്ങനൊരു കൊലപാതകം അരങ്ങേറില്ല. TP ചന്ദ്രശേഖരൻ കുലംകുത്തിയാണെന്ന് പിണറായി വിജയനാണ് ആദ്യം വിശേഷിപ്പിച്ചത്. കൊലയ്ക്ക് ശേഷവും കുലംകുത്തി തന്നെ എന്ന് പിണറായി ആപത്തിൽ ചുറപ്പിക്കുകയും ചെയ്തു. കൊലയ്ക്ക് ശേഷം പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നാൽ കൊല്ലപ്പെട്ടതിന് ശേഷമെങ്കിലും അതിനകത്തൊരു അയവ് വരുത്താൻ പിണറായി വിജയൻ തയ്യാറായില്ല. കുലംകുത്തി തന്നെ എന്ന് അദ്ദേഹത്തെ കൊന്നതിന് ശേഷവും പറയാനുള്ള ആർജവത്വം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഗുണത്തിൻ്റെ ആർജവത്വമല്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു വാടിക്കൽ രാമകൃഷ്ണൻ്റേത്. ആ കൊലപാതകത്തിലെ പ്രതിയായിരുന്നു പിണറായി വിജയൻ. പിന്നീട് എത്രയെത്ര കൊലപാതകങ്ങളാണ് കണ്ണൂരിൽ നടന്നത് നിങ്ങൾക്കറിയാമോ? എൻ്റെയൊക്കെ ഇടതും വലതും ഇരുന്ന 10-28 ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിയ മണ്ണാണ് വടക്കൻ മലബാറിലെ മണ്ണ്. 10-28 ചെറുപ്പക്കാരെ. ആ കുടുംബങ്ങളെല്ലാം ഇന്ന് അന്യാധീനപ്പെട്ട് നിൽക്കുകയാണ്. ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും പാർട്ടിയോടൊപ്പം അവരെ കൂട്ടിപ്പിടിച്ച് അവരെ സഹായിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇത്രയേറെ കൊലപാതകങ്ങൾ നടത്തിയതിൻ്റെ പിറകിൽ ഒരു ശക്തിയേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ആ ശക്തി ആരാണെന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ആരായിരിക്കും? വടക്കൻ മലബാറിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഉന്നതരായ ഒരു നേതാവ് കണ്ണൂർ ജില്ലയിൽ നിൽക്കുന്നു. കണ്ണൂരിലും കോഴിക്കോടുമാണ് ഈ അക്രമങ്ങൾ മുഴുവൻ നടക്കുന്നത്. ആ നടക്കുന്ന അക്രമത്തിൻ്റെ പിറകിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ സമ്മതമില്ലാതെ അങ്ങനെ ഒരു അക്രമം നടക്കുമോ എന്ന് നിങ്ങൾ സ്വാഭാവിക മനസ്സുകൊണ്ട് ഒന്ന് ചിന്തിച്ചാൽ മതി. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 2013 ദിവസമാണ് TP വധക്കേസിലെ കൊടിസുനി എന്ന് പറയുന്ന പ്രതി പരോളിൽ പോയത്. 2013 ദിവസം LDF അധികാരത്തിൽ വന്നതിന് ശേഷം 2013 ദിവസമാണ് അദ്ദേഹം പരോളിൽ പോയത്. ഏതെങ്കിലും ഒരു കൊലക്കേസിൽ അങ്ങനെ ഒരു പ്രതി പോകുമോ? പ്രതിക്ക് പെർമിഷൻ കൊടുക്കുമോ? കൊടുക്കാൻ ജയിൽ ചട്ടങ്ങൾ അനുവദിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് പോയി എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. സത്യത്തിൽ കൊടിസുനി ഏത് ജയിലിലാണോ ആ ജയിൽ ഭരിച്ചത് കൊടിസുനിയാണ് എന്നത് സത്യം. ഇപ്പോൾ കണ്ണൂർ ജയിൽ എനിക്കറിയാം, കോഴിക്കോട് ജയിലും ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ അവസാനത്തെ വാക്ക് ജയിൽ സൂപ്രണ്ടിൻ്റെതല്ല, കൊടിസുനിയുടെ വാക്കാണ്. ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം ജയിൽ ഉള്ളം കയ്യിലെടുത്ത് അമ്മാനമാടിയവരാണ് കൊടിസുനിയും അദ്ദേഹത്തോടൊപ്പമുള്ള പാർട്ടി പ്രവർത്തകന്മാർ. പാർട്ടിയും കൊട്ടേഷൻ സംഘവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ഹൈക്കോടതി വിധിയിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടത്. TP ചന്ദ്രശേഖരൻ കേസിൽ ആദ്യമായി കൊല്ലിച്ചവരിലേക്കും യഥാർത്ഥ കൊലയാളിയിലേക്കും ഒരു പരിധിവരെ അന്വേഷണം നീണ്ടത് UDF ഭരിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ്. കണ്ണൂരിലെ കൊലപാതക പരമ്പരകൾക്ക് ശമനം കൊണ്ടുവരാൻ അന്വേഷണത്തിന് സാധിച്ചു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ കൊലപാതക കേസിനകത്ത് ഇനിയും ആളുകൾ പങ്കുള്ളവർ ഇനിയും പുറത്തു വരാനുണ്ട്. ആ പുറത്തു വരേണ്ടവർ വരണം, അല്ലെങ്കിൽ അവരെ വരുത്തണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നിയമവുമായി കോടതിയുമായി മുൻപോട്ട് പോകാൻ രമ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിന് എല്ലാവിധ പിന്തുണയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്തുണ അവർക്കുണ്ടാവും. സത്യം പുറത്തു വരണം. യഥാർത്ഥ കൊലയാളി ഇതാരാണ്? ഇതിൻ്റെ സൂത്രധാരകൻ ആരാണ്? ഇതിന് തീരുമാനമെടുത്തത് ഏതോ ഒരു ഉന്നത ശക്തി തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ആ ഉന്നത ശക്തിയെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നാലേ ചന്ദ്രശേഖരൻ്റെ കേസ് പൂർത്തിയാകൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിടന്നപ്പോൾ അമ്മ അദ്ദേഹത്തിനെ കാണാൻ വന്നപ്പോൾ അമ്മക്ക് ആ ചന്ദ്രശേഖരൻ്റെ മുഖത്ത് ഉമ്മ കൊടുക്കാൻ അമ്മ ഇങ്ങനെ തപ്പുകയാണ്. മുഖത്ത് ഒരു ഇഞ്ച് പോലും സ്ഥലമില്ല, തറച്ചതാണ് ശരീരം മുഴുവൻ, മുഖമടക്കം മറച്ചതാണ്. ഞാൻ നോക്കിക്കണ്ട രണ്ടാണത്. അത്ര ഭീകരമായൊരു കൊലപാതകം. ആ മുൻകൂട്ടി അവർ വെല്ലുവിളിച്ചതുപോലെ തന്നെ ഏതാണ്ട് ചെയ്തു ചന്ദ്രശേഖരൻ്റെ കൊലപാതകം. അത്ര ക്രൂരമായൊരു കൊലപാതകം കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, രാഷ്ട്രീയ രംഗത്ത് മറ്റൊരു കൊലപാതകം സമാനതയുടെ മറ്റൊരു കൊലപാതകം ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ പുള്ളികളെ, യഥാർത്ഥ നേതാക്കന്മാരെ, യഥാർത്ഥ ബുദ്ധികേന്ദ്രത്തെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അതിന് എല്ലാവിധ പിന്തുണയും രമ മുൻപോട്ട് പോകുമ്പോൾ ആ കേസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ടാകും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.
പ്രതിരോധിക്കുന്നത് ഈ കേസിൽ സിപിഎമ്മുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണത്തിന് അത് ഒരു തിരിച്ചടിയാണ് മോഹൻ മാസ്റ്ററേക്ക് എന്നുള്ളതാണ്. അപ്പൊ ശിക്ഷിച്ചവരോ? നമ്മൾ അതങ്ങേറ്റങ്ങ് പറഞ്ഞൂടെ? ശിക്ഷിച്ചവർ അതിനകത്ത് പങ്കെടുത്തവരാണ്. മോഹൻ മാഷ്ക്ക് പങ്കില്ല, അങ്ങനെ പറഞ്ഞാൽ പോരെ? മോഹൻ മാഷെ പറ്റിയൊന്നും പറഞ്ഞില്ല എന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒരു തീരുമാനമെടുത്ത് ഇപ്പോഴും യഥാർത്ഥയാളിൻ്റെ പിന്നെ ശബ്ദവും പേരും പുറത്തു വന്നിട്ടില്ല. ഇതിന് തീരുമാനമെടുത്ത നേതൃത്വമുണ്ട് CPM-ൻ്റെ. എല്ലാവർക്കും അതറിയാം, പച്ചയായ എല്ലാവർക്കും അതറിയാം ആരുടെ നേതൃത്വമാണ്, ആരുടെ പിന്നെ നിർദ്ദേശമാണ് ചന്ദ്രശേഖരൻ കൊലപാതകത്തിൻ്റെ പിറകിൽ നിന്ന് കണ്ണൂർ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ മുഴുവൻ പാർട്ടിക്കാർക്കും അറിയാം, എല്ലാ പാർട്ടിയിലെയും ആളുകൾക്കറിയാം. അത് മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് അവരെ പേരൊന്നും വന്നില്ലല്ലോ ഇതിനകത്ത്. അതിനകത്തൊരു സാമ്യമൊന്നുമില്ല, പറയുന്നതിനകത്തൊരു അർത്ഥമില്ല. അങ്ങനെ പൂക്കട എന്താ പൂക്കട അത് എല്ലാം ഈ ഉന്നയിച്ചതെല്ലാം യാഥാർത്ഥ്യമാകണമെന്നില്ലല്ലോ. അതിനകത്ത് വസ്തുതകളുണ്ട്. കോടതിയുടെ മുമ്പിൽ കോടതിക്കത് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന തെളിവുകളാണ് പ്രശ്നം. ചിലപ്പം വലിയ സംഭവം നടന്നിട്ടുണ്ടാവും, പക്ഷേ അതിന് തെളിവുണ്ടാവില്ല. തെളിവില്ലെങ്കിൽ കോടതിക്ക് അതിനകത്ത് കമൻറ്റ് ചെയ്യാനൊട്ട് സാധിക്കുകയില്ല. അത് സ്വാഭാവികമാണ്. അങ്ങനെ എത്രയോ കേസുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഒരു ക്രിമിനൽ കേസിൻ്റെ അകത്ത് പ്രത്യേകിച്ചും തെളിവാണ് പ്രധാനം. തെളിവുണ്ടെങ്കിൽ മാത്രമേ കോടതി വിശ്വസിക്കൂ. തെളിവില്ലാത്ത ഒരു കാര്യത്തിൽ കോടതി ഒരിക്കലും ആ കേസിൻ്റെ അകത്ത് അതിനനുസരിച്ച രീതിയിൽ പ്രതികരിക്കില്ല എന്നാണ് എൻ്റെ അനുഭവവും എൻ്റെ അറിവും. സ്വാഭാവികമായും അദ്ദേഹം നിയമപരമായ ഒരു ഘട്ടത്തിലും ഇല്ല, കേസിലും പ്രതിയല്ല, ഇങ്ങനെ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. UDF അധികാരത്തിലെത്തിയാൽ ഈ കേസിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ അതിന് പ്രതികളുടെ ശക്തി കണ്ടെത്താൻ തരത്തിലുള്ള ഒരു പുനരന്വേഷണം UDF ആരംഭിക്കും. അല്ല, അതിനൊരു വഴിത്താരെയാണ് ഇപ്പോഴത്തെ ഈ കോടതിയുടെ ഈ പുതിയ തീരുമാനം. കാരണം എന്താ വെച്ചാൽ തെളിവുകൾ കിട്ടുമ്പോൾ കോടതി അഭിപ്രായങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് അത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അത് ആ സമയത്തുള്ള ഒരു പാർട്ടിയുടെ തീരുമാനം, നേതൃത്വത്തിൻ്റെ തീരുമാനത്തിന് ഞാനത് വിടുകയാണ്. അതവരാലോചിക്കും, ആലോചിക്കട്ടെ. എന്തായിരുന്നു പ്രോസിക്യൂഷൻ കേസ്? പ്രോസിക്യൂഷൻ കേസ് TP ചന്ദ്രശേഖരൻ CPM വിട്ട് RMP എന്നുള്ള പാർട്ടി രൂപീകരിക്കുകയും അവിടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തതിൻ്റെ വൈരാഗ്യം മൂലം ഗൂഢാലോചന നടത്തി ക്രൂരമായി TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയെന്നാണ്. അപ്പോൾ CPM വിട്ടതാണ് പ്രശ്നം, വേറെ പാർട്ടി ഉണ്ടാക്കിയതാണ് പ്രശ്നം. അവിടെയാണ് മുഖ്യമന്ത്രി പോയി പറഞ്ഞത് ഇയാൾ കുലംകുത്തിയാണെന്ന് പറഞ്ഞത് പാർട്ടി വിട്ടതിൽ. ആ ഗൂഢാലോചന സംശയാതീതമായി തെളിയിക്കപ്പെട്ടു, വിചാരണ കോടതിയിൽ തന്നെ തെളിയിക്കപ്പെട്ടു ആ കേസ്, ആ പ്രോസിക്യൂഷൻ കേസ്. ഇപ്പോൾ വീണ്ടും ഹൈക്കോടതി അത് ശരിവയ്ക്കുകയും വിചാരണ കോടതി വെറുതെ വിട്ട രണ്ടുപേർ കൂടി ശിക്ഷാർഹരാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്ത് ആ പ്രോസിക്യൂഷൻ കേസ് ബലപ്പെട്ടു. ആകാശത്ത് നിന്ന് വേറെ ആളുകൾ വന്നിറങ്ങി കൊന്നതല്ല, CPM-കാർ കൊന്നാണ്. CPM-ൻ്റെ അറിയപ്പെടുന്ന നേതാക്കന്മാർ, കുഞ്ഞനന്തൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അറിയപ്പെടുന്ന നേതാക്കന്മാർ ഗൂഢാലോചന നടത്തി ചെയ്തതാണ്. അവർ തമ്മിലുള്ള സംഭാഷണം, കൊട്ടേഷൻ സംഘവും ഈ പാർട്ടി നേതാക്കന്മാരും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം അടക്കമുള്ള സംഭവങ്ങൾ തെളിവായി ശേഖരിച്ചുകൊണ്ടാണ് സംശയാതീതമായി ഈ കാരണം കൊണ്ടാണ് കൊന്നതെന്ന് തെളിയിച്ചത്. പിന്നെ എന്ത് ന്യായമാണ് ഇനി പറയുന്നത്? എനിക്ക് ചോദിക്കാനുള്ളത്, മാസപ്പടി വിവാദത്തിൽ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുകയാണ്. 5 പ്രധാനപ്പെട്ട ചോദ്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിയമസഭയിൽ വെച്ച് മറ്റു ചില ഏജൻസികൾ കൂടി നേരത്തെ ഈ അന്വേഷണം നടത്തിയിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ ചോദിച്ചു ഏതെല്ലാം ഏജൻസികളാണ് അന്വേഷിച്ചതെന്ന് മുഖ്യമന്ത്രി പറയണമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിച്ചു. ഇപ്പോൾ കർണാടക ഹൈക്കോടതി വിധിയിൽ 2021 ജനുവരിയിൽ ED നൽകിയ വിവരം അനുസരിച്ചിട്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഈ കാര്യം അന്വേഷിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2021 ED ഈ കേസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. വ്യക്തമാണല്ലോ. എന്നിട്ട് എങ്ങനെയാണ് 3 കൊല്ലക്കാലം ഈ ED അന്വേഷണത്തെ മൂടി വച്ചത്?
CPM-ഉം BJP-യും തമ്മിലുള്ള ധാരണ പ്രകാരം അല്ലേ ഈ 3 കൊല്ലക്കാലം ഈ സംഭവത്തിൽ എക്സാലോജി കമ്പനിയെക്കുറിച്ചുള്ള ED അന്വേഷണം തടസ്സപ്പെട്ടു പോയത്? വേണമെങ്കിൽ അതിന് ഇടനിലക്കാരായി നിന്ന BJP-ക്കാർക്കും ആദ്യത്തെ ചോദ്യത്തിന് വേണമെങ്കിൽ ഉത്തരം നൽകാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഒരു സർവീസും പ്രൊവൈഡ് ചെയ്യാതെയാണ് എക്സാലോജി കമ്പനി ഈ പണം മുഴുവൻ വാങ്ങിച്ചത്. അതാണ് അതിൻ്റെ കേസ്. യഥാർത്ഥ കേസ് അത് തന്നെയാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു, ഒരു സർവീസും ചെയ്ത് കൊടുക്കാതെ. ഈ കേസ് സംബന്ധിച്ച് ഒരു തെളിവും ഹാജരാക്കാൻ നേരത്തെ ഇൻ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ അനുമതി നൽകിയില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ വേർഡിക്റ്റ് പുറത്തു വന്നതോടുകൂടി എല്ലാ അവസരങ്ങളും എക്സാലോജി കമ്പനിക്ക് നൽകിയിരുന്നു എന്ന് വ്യക്തമായി. അപ്പോൾ ഏതൊക്കെ ഏജൻസികളാണ് യഥാർത്ഥത്തിൽ ഈ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാൻ തയ്യാറുണ്ടോ? അതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഈ ഹൈക്കോടതി വിധി പറയുന്നുണ്ട്, CMRL-ന് പുറമെ നിരവധി സ്ഥാപനങ്ങൾ എക്സാലോജിക്കിലേക്ക് മാസപ്പടിയായി പൈസ അയച്ചിരുന്നു എന്ന് എക്സാലോജിക്കിൻ്റെ ബാങ്ക് അക്കൗണ്ട് വ്യക്തമാണ്. എക്സാലോജിക്കിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വ്യക്തമാണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചപ്പോൾ വളരെ വ്യക്തമാണ്. നിരവധി കമ്പനികൾ മാസപ്പടി അയച്ചിരുന്നു. മാസപ്പടി എന്ന് തന്നെ പറഞ്ഞു, എല്ലാം റെഗുലർലി ഓൾമോസ്റ്റ് എവറി മന്ത് എന്ന മാസപ്പടിയായിട്ട് അയച്ചിരുന്നു. ആ സ്ഥാപനങ്ങൾ CMRL കൂടാതെയുള്ള ആ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാമോ? 4, ഈ എക്സാലോജിക്കിന് മാസപ്പടി കൊടുത്തിരുന്ന ഈ കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനി ബാങ്ക് അക്കൗണ്ട് വഴി തെളിയിച്ച ഈ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നികുതി ഇളവ് നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം. ഇവർക്ക് മാസപ്പടി കൊടുത്തതിന് പകരമായി ഈ സ്ഥാപനത്തിലേക്ക് പണമയച്ച സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നികുതി ഇളവ് കൊടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം. 5ാമത്തെ ചോദ്യം, CMRL-നെ തന്നെ ഉടമകളുടെ കീഴിലുള്ള NBFC ഉണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി, എംപവർ ഇന്ത്യയിൽ നിന്ന് വലിയ തുക ലോണായി എക്സാലോജിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങളിലൂടെ മനസ്സിലാകുന്നത് ആ ലോൺ എടുത്ത തുകയിൽ ഗണ്യമായ ഒരു ഭാഗം കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നാണ്. കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. എംപവർ ഇന്ത്യ എന്ന് പറയുന്ന NBFC-യിൽ നിന്ന് എക്സാലോജി കമ്പനി ലോൺ എടുക്കുന്നു. ഈ CMRL-ൻ്റെ ഉടമസ്ഥയിൽ തന്നെയുള്ള കമ്പനിയാണ്. പക്ഷേ ലോൺ എടുത്ത ഗണ്യമായ തുക എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ആ പണം എവിടെ പോയി? ഈ 5 കാര്യങ്ങളും മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതാണ് 5 ചോദ്യങ്ങളാണ്, സ്പെസിഫിക് ആയിട്ടുള്ള 5 ചോദ്യങ്ങളാണ്. ഞങ്ങൾ സൃഷ്ടിച്ചെടുത്ത ചോദ്യങ്ങളല്ല. അന്വേഷണ 5ാമത്തെ ചോദ്യം, എംപവർ ഇന്ത്യ എന്ന് പറയുന്ന NBFC-യിൽ നിന്നും എക്സാലോജി കമ്പനി വലിയ തുക ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ എടുത്ത തുകയുടെ ഗണ്യമായ ഭാഗം എക്സാലോജിക്കിൽ എത്തിയിട്ടില്ല. എവിടെ പോയി? ബാക്കി പണം എവിടെ പോയി? അതാണ് ചോദ്യം. 5 ചോദ്യം. 5 ചോദ്യവും ഈ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിൽ നിന്നും അവർ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ നിന്നും, അവിടേക്കാണല്ലോ പോയത് കർണാടക ഹൈക്കോടതി, ആ വിധിയിൽ നിന്നും ഉയർന്നു വന്ന 5 സുപ്രധാനമായ ചോദ്യങ്ങളാണ്. ഇവർ തമ്മിലുള്ള ഈ 3 വർഷമായി ഈ സംഭവം അറിഞ്ഞിട്ടും ED അന്വേഷണം എന്തുകൊണ്ട് മരവിപ്പിക്കപ്പെട്ടു, എന്തുകൊണ്ട് മൂടിവെക്കപ്പെട്ടു, എന്ത് ധാരണയാണ് കേന്ദ്ര സർക്കാരുമായിട്ട് സംസ്ഥാന CPM നേതൃത്വം ഉണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള സുപ്രധാനമായ ചോദ്യങ്ങൾ. നമുക്കെല്ലാം അറിയാവുന്നത് CMRL-ആണ്. CMRL ഇപ്പോൾ വെറും ഒരു കമ്പനിയായി മാത്രം മാറുകയാണ്. നിരവധി കമ്പനികളാണ്, നിരവധി സ്ഥാപനങ്ങളാണ് ഈ അക്കൗണ്ടിലേക്ക് മാസപ്പടിയായി പണം അയച്ചിട്ടുള്ളത്. ആ കമ്പനികൾ ഏതൊക്കെയാണ്? എന്ത് സൗകര്യമാണ് ഈ പണം അയച്ചതിന് പകരമായി സംസ്ഥാന സർക്കാർ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത് തുടങ്ങിയ സുപ്രധാനമായ 5 ചോദ്യങ്ങൾ മുഖ്യമന്ത്രി മറുപടി പറയണം എന്നാവശ്യപ്പെടും. രണ്ടാമതൊരു കാര്യം, ഞങ്ങൾ നിയമസഭയിൽ നിരന്തരമായി പറഞ്ഞു, മാധ്യമങ്ങൾ പറഞ്ഞു, സർക്കാർ ആശുപത്രിയിൽ ഒരു മരുന്നുമില്ല പറഞ്ഞല്ലോ. കാരണം കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കോടികളുടെ ബാധ്യതയിലാണ്. മരുന്ന് കമ്പനികൾക്ക് പണം കൊടുക്കുന്നില്ല, മരുന്ന് കമ്പനികൾ സപ്ലൈ ചെയ്യുന്നില്ല.
ആരോഗ്യമന്ത്രി മാത്രം പറഞ്ഞു മരുന്ന് ഇഷ്ടം പോലെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. കേരളത്തിൽ സർക്കാർ ആശുപത്രിയിൽ മരുന്നുണ്ടെന്ന് പറയുന്ന ഏക വ്യക്തി സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി മാത്രമാണ്. എൻ്റെ കയ്യിലുള്ള കത്ത് കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ആരോഗ്യമന്ത്രിക്ക് അയച്ച കത്ത്. അതിൽ ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച ആക്ഷേപം അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല, വലിയ വിലയുള്ള മരുന്ന് പാവപ്പെട്ടവർ പുറത്തു പോയി വാങ്ങിക്കേണ്ടി വരുന്നു. പഞ്ചായത്തുകൾക്ക് അവരുടെ ഫണ്ടിൽ നിന്നും മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്നില്ല. ലോക്കൽ താലൂക്ക് ആശുപത്രികളിലും അല്ലെങ്കിൽ PHCയിലും CHCയിലും വാങ്ങിക്കാൻ പറ്റുന്നില്ല. കാരണം പഞ്ചായത്തുകൾക്ക് വലിയ എമൗണ്ട്, ഭീമമായ എമൗണ്ട് ഡ്യൂ ആണ്. അവർക്ക് ചെക്ക് മാറാൻ പറ്റുന്നില്ല. ഈ കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് വലിയ തുക സർക്കാർ കൊടുക്കാനുണ്ട്. രൂക്ഷമായ മരുന്ന് ക്ഷാമമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന മാസങ്ങളിൽ ഈ മരുന്ന് ക്ഷാമം അതിരൂക്ഷമാകുമെന്ന് ഡോക്ടർമാരുടെ സംഘടനയാണ് കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ KGMO ആരോഗ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആരോഗ്യമന്ത്രി നിയമസഭയെയും കേരളത്തിലെ ജനങ്ങളെയും കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മൂന്നാമതൊരു കാര്യം എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. MP ശ്രീ ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എല്ലാവരും ഇവിടെയുണ്ട്. ഇവിടുത്തെ കുടിവെള്ള വിതരണത്തെ ബാധിക്കുന്ന ഗൗരവതരമായ ഒരു വിഷയമുണ്ട്. ഈ കൊച്ചിൻ കോർപ്പറേഷൻ, തൃക്കാക്കര മുനിസിപ്പാലിറ്റി, കളമശ്ശേരി, ആലുവ മുനിസിപ്പാലിറ്റി, നിരവധി പഞ്ചായത്തുകൾക്ക് എല്ലാം രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ്. ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. 190 MLD വെള്ളം കൊടുക്കാവുന്ന ഒരു വലിയ പദ്ധതിയാണ്. ആ പദ്ധതി പെൻഡിങ്ങിലാണ്, പണം നൽകിയിട്ടില്ല സർക്കാർ. അത് നിലനിൽക്കെ കാക്കനാടത്തെ കിൻഫ്ര പാർക്കിലേക്ക് പെരിയാറിൽ നിന്ന് 45 MLD വെള്ളം കൊണ്ടുപോകാനുള്ളൊരു പദ്ധതി ആരംഭിക്കുക. അതിനെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ജനങ്ങൾ ശക്തിയായി എതിർക്കുകയാണ്. ഞങ്ങൾക്ക് കിൻഫ്ര 45 MLD വെള്ളം കൊണ്ടുപോകുന്നതിന് എതിരല്ല. പക്ഷേ ഈ 190 MLD പ്രോജക്റ്റ് നടപ്പാക്കിയതിന് ശേഷം പെരിയാറിൽ ആവശ്യമായ വെള്ളമുണ്ടെങ്കിൽ വെള്ളം കൊണ്ടുപോകുന്നതിന് ഞങ്ങൾ എതിർപ്പില്ല. എറണാകുളം ജില്ലയിലെ ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും എതിർപ്പില്ല. പക്ഷേ അവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും വാട്ടർ അതോറിറ്റിയും ഇറിഗേഷൻ മിനിസ്റ്ററുടെ, ജലസേചന മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ പറഞ്ഞത് ഇപ്പം തന്നെ ജലദൗർലഭ്യം പെരിയാറിലുണ്ട്. ഈ 190 MLD പ്രോജക്റ്റ് നടപ്പാക്കിയാൽ പിന്നീട് വെള്ളമുണ്ടാകാത്ത അവസ്ഥ വരും. വേറൊരു പ്രോജക്റ്റിന് വെള്ളമില്ല എന്ന് വ്യക്തമാക്കി. എന്നിട്ട് പുതിയ കണക്ക് സർക്കാരും ചില താല്പര്യക്കാരും കൂടി ഇവരെ കൊണ്ട്, വാട്ടർ അതോറിറ്റിയെ കൊണ്ട് ഇപ്പം ഈ 2 പ്രോജക്റ്റും നടപ്പാക്കാനുള്ള വെള്ളമുണ്ട് എന്നുള്ളൊരു തെറ്റായ വിവരം തന്നിരിക്കുന്നു. രണ്ടാമത്തെ ഒരു ഓൾട്ടർനേറ്റീവ് ഞങ്ങൾ പറയാനുള്ളത്, കടമ്പറയാറിൽ നിന്ന് കിൻഫ്രയ്ക്ക് വെള്ളം ശുദ്ധീകരിച്ച് ആവശ്യമായ വെള്ളം എടുക്കാവുന്ന സോഴ്സ് കടമ്പറയാറിലുണ്ട്. അപ്പോൾ ഈ കൊച്ചിൻ നഗരത്തിലെയും സമീപ നഗരങ്ങളിലെയും പഞ്ചായത്തുകളിലെയും രൂക്ഷമായ ഒരുപക്ഷെ ഈ 190 MLD നടപ്പാക്കിയാൽ പോരും, ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും അത് ഓഗ്മെൻ്റ് ചെയ്യേണ്ടി വരും. കാരണം അത്രമാത്രം രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഈ പരിസരത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് 190 MLD വെള്ളത്തിന് ആവശ്യമായ പണം അനുവദിച്ച് ആ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണം. കിൻഫ്രയുടെ പദ്ധതി ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ കടമ്പറയാറിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാക്കി അതിനെ മാറ്റുകയും ചെയ്യണം എന്ന് ഞങ്ങൾ ജനപ്രതിനിധികൾ ശക്തിയായി, ജില്ലയിലെ ജനപ്രതിനിധികൾക്ക് വേണ്ടി ഞാൻ ശക്തിയായി ആവശ്യപ്പെടും. എന്തായാലും MLA-മാരും MP-യൊന്നും ഒരു ഉദ്യോഗസ്ഥനെയും കൈയേറ്റം ചെയ്തിട്ടില്ല. ഇല്ല, ഒരു കൈയേറ്റം ചെയ്തിട്ടില്ല. അവിടെ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കേണ്ടത്, പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജനപ്രതിനിധികളെ കൈയേറ്റം ചെയ്തു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ആരോപണമാണ്. പോലീസ് തടയാൻ വന്നപ്പോൾ ഉണ്ടായ ആ ബഹളത്തിനിടയിലുണ്ടായ സംഭവമാണ്. അല്ലാതെ കിൻഫ്ര ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ ഉത്തരവാദി. കിൻഫ്ര ഉദ്യോഗസ്ഥനെന്നും ജനപ്രതിനിധികളൊന്നും കൈയേറ്റം ചെയ്തു. അത് നിങ്ങൾ തന്നെ കണ്ടാൽ മതി ദൃശ്യം. ഞങ്ങൾ 8ാമത്തെ ജില്ലയിൽ, 7ാമത്തെ ജില്ലയിൽ അവിടെ നടന്നില്ല, വയനാട്
ഏഴാമത്തെ ജില്ലയിൽ ജനകീയ ചർച്ചാ സദസ്സ് നടത്തുക. ഞങ്ങളുടെ ജനകീയ ചർച്ചാ സദസ്സിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് ഏറ്റവും പാവങ്ങളായ ആളുകളാണ്, പെൻഷൻ കിട്ടാത്ത ആളുകൾ, കർഷക തൊഴിലാളികൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, വനം വന്യജീവി സംഘർഷം അനുഭവിക്കുന്ന ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി ആദിവാസികൾ, പട്ടികജാതി പട്ടികവർഗക്കാർ തുടങ്ങി സമൂഹത്തിൽ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ പങ്കെടുക്കും. അവിടെ നിങ്ങൾക്ക് ഏത് സമയത്തും കടന്നു വരാം, നിങ്ങൾക്ക് അതെടുക്കാം. ഇനി അവിടെ പ്രതിപക്ഷത്തെ വേണമെങ്കിൽ വിമർശിക്കാനുള്ള അവസരം വരെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അവരുടെ വിഷയങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരാതിരിക്കുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഞങ്ങളെ പോലും വിമർശിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഈ നവകേരള സദസ്സ് നടത്തിയപ്പോഴും വളരെ സ്റ്റേജ് മാനേജറായിട്ടുള്ള റെഡിമെയ്ഡ് പരിപാടിയായിരുന്നു. ചോദ്യം ചോദിക്കാനുള്ള 10 പേരെ അവർ തന്നെ സെലക്ട് ചെയ്യണം അല്ലേ, എന്നിട്ട് ചോദ്യങ്ങൾ തന്നെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു നാടകമാണ് ഈ മുഖാമുഖം പരിപാടിയിൽ കോഴിക്കോട് നടന്നത്. വലിയ പണം ചിലവാക്കിയിട്ടാണ് സ്റ്റേജൊക്കെ ഇട്ടത്. ചോദ്യം ചോദിക്കേണ്ട ആളുകളെ നേരത്തെ തീരുമാനിക്കുകയും അവർക്ക് നേരത്തെ ചോദ്യങ്ങൾ കൊടുക്കുകയും റെഡിമെയ്ഡ് ചോദ്യങ്ങൾ കൊടുക്കുകയും അവരെ കൊണ്ട് അത് ചോദിപ്പിക്കുകയും സർക്കാരിനെ വിമർശിക്കുന്ന ഒരു ചോദ്യം പോലും വരാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്തു. ഇനി ഏതെങ്കിലും അബദ്ധത്തിൽ ആരുടെയെങ്കിലും നാവിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അത് ദൃശ്യമാധ്യമങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ദൃശ്യമാധ്യമങ്ങൾക്ക് പൂർണ്ണമായ, മാധ്യമപ്രവർത്തകർക്ക് മുഴുവൻ പൂർണ്ണമായ നിരോധനവും അവിടെ ഏർപ്പെടുത്തി. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അശ്ലീല നാടകം ആവർത്തിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇത് എന്തൊരു അശ്ലീല നാടകമാണിത്. ഈ ഇത്രയും ആർഭാട് ഇപ്പോഴും പണപ്പിരിവാണ്. അതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാരിറങ്ങി വ്യാപകമായ പണപ്പിരിവാണ്. കേരളീയത്തിൻ്റെ പണപ്പിരിവ്, നവകേരള സദസ്സിൻ്റെ പണപ്പിരിവ്, ഇപ്പം ഈ പരിപാടിക്കും പണപ്പിരിവ് നടത്തി ആളുകളെ ഒരുക്കി. നിങ്ങളുടെ പുള്ളിയുടെ 6 മണിയുടെ പത്രസമ്മേളനം പോലെ തന്നെ നിങ്ങൾക്കൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടും. ബാക്കി 50 മിനിറ്റ് അദ്ദേഹം സംസാരിക്കും, 10 മിനിറ്റ് ചോദ്യം ചോദിക്കാൻ പറയും, 3 മിനിറ്റ് റെഡിമെയ്ഡ് ചോദ്യം അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട പത്രങ്ങളും ടി വിയൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഭാഗ്യമുണ്ടെങ്കിൽ 7 മണിക്ക് മുമ്പ് സമയമായി ഇനി പിന്നെ എന്ന് അദ്ദേഹം പറയുന്നതിന് പോലും ഭാഗ്യം. ഇവിടെ ഞങ്ങൾ ഈ പാവങ്ങളിരുന്ന് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കുസൃതി ചോദ്യങ്ങൾക്കും കുത്തുവാക്കുകൾക്കും ഒക്കെ ഇരുന്ന് സംയമനത്തോടുകൂടി മറുപടി പറയല്ലേ പാവങ്ങളായിട്ട് ഞങ്ങൾ. വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മനസ്സിലുണ്ടാവും. മതി സമയം. നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി, അവിടെ മാനന്തവാടിയിൽ കഴിഞ്ഞ ആഴ്ച ആദ്യത്തെ ആന ചവിട്ടിക്കൊന്ന ആൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞു. നിരവധി ആളുകൾക്ക് വന്യമൃഗ ആക്രമണത്തിൽ മരിച്ച നിരവധി ആളുകൾക്ക് പണം കൊടുത്തിട്ടില്ല ഇതുവരെ. പിന്നെ അവരുടെ ഉപജീവന മാർഗമായ കൃഷി പൂർണ്ണമായി നശിപ്പിച്ചു. 7000-ത്തിലധികം പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് കർഷകർ ആത്മഹത്യ ചെയ്തത്. കാരണം കൃഷി മുഴുവൻ പന്നിയും ആനയും നശിപ്പിച്ചു. അതിൻ്റെ നഷ്ടപരിഹാരം പോലും സർക്കാർ കൊടുക്കാത്തപ്പോൾ ആത്മഹത്യ ചെയ്ത കർഷകർ അവരൊക്കെയാണ് ഞങ്ങളുടെ ജനകീയ ചർച്ചാ സദസ്സിൽ വന്നത്. ഞങ്ങളുടെ സദസ്സിൽ ആന ചവിട്ടിക്കൊന്നയാളുടെ ഭാര്യ, മൃഗങ്ങൾ മുഴുവൻ കൃഷി നശിപ്പിച്ചിട്ടും നഷ്ടപരിഹാരം കിട്ടാതെ ആത്മഹത്യ ചെയ്ത കർഷകൻ്റെ ഭാര്യ, ഇങ്ങനെയുള്ള പാവങ്ങളാണ് ഞങ്ങളുടെ പരിപാടിയിൽ വന്നത്. അപ്പോൾ അവിടെ രാഹുൽ ഗാന്ധി അവിടെ ഇടപെട്ടു. അദ്ദേഹം കർണാടക സർക്കാരിനോട് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിയ ആനയാണ്, അദ്ദേഹം 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു. അത് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ. ഇവിടെ ഈ മുഖ്യമന്ത്രി കോഴിക്കോട് പോയിട്ട് അങ്ങോട്ട് പോയാ ഈ മന്ത്രിമാർ ഇന്നാണ് പോകുന്നത്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് ഒരു പച്ചക്കൊരാളെ കടിച്ച് തിന്ന് കടുവ, ആന 2 പേരെ ചവിട്ടിക്കൊന്നു. വയനാട് ജില്ലയുടെ ചാർജും കൂടിയുള്ള മന്ത്രിയാണ് AK ശശീന്ദ്രൻ, വനം വകുപ്പ് മന്ത്രി. ആ പ്രദേശത്തേക്ക് പോയിട്ടില്ല, മുഖ്യമന്ത്രിയും പോയിട്ടില്ല. ഭാരത് ജോഡോ യാത്ര UP-യിൽ നിർത്തിവെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി അവിടെ വന്നത്. ആശ്വസിപ്പിക്കുക, ചേർത്ത് പിടിക്കുക. കേരളത്തിൻ്റെ വനാതിർത്തികൾ മുഴുവൻ ഈ പ്രശ്നമാണ്. ഞങ്ങളിത് നിയമസഭയിലെല്ലാം സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഗവൺമെൻറ് നോക്കുകുത്തികളായി നിഷ്ക്രിയരായി. ഞാൻ പറഞ്ഞു ഒരു ആക്ഷൻ പ്ലാൻ വേണ്ടേ? നമ്മൾ വിസ്മയിക്കുക. ഇത്രയും സംഭവം ഉണ്ടാകുമ്പോൾ ഒരു ആക്ഷൻ പ്ലാൻ വേണ്ടേ? ഒരു ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കും ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ എല്ലാ സംസ്ഥാനങ്ങളും, തമിഴ്നാടൊക്കെ ഇപ്പോൾ കാട്ടില്ലേ, വാൽപ്പാറയിലൊക്കെ ഏറ്റവും കൂടുതൽ ആനയുടെ ആക്രമണം ഉണ്ടായിരുന്ന കഴിഞ്ഞ 2 വർഷമായിട്ട് ഒന്നുമില്ല. കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തു.
ഒരു പ്ലാൻ വേണ്ട, ആക്ഷൻ പ്ലാൻ. 48 കോടി രൂപയാണ് ഈ വർഷം വച്ചിരിക്കുന്നത്. 48 കോടി രൂപയ്ക്ക് 10 കിലോമീറ്ററിൽ ഇലക്ട്രിക് ഫെൻസിങ് പോലും ഉണ്ടാകാൻ പറ്റില്ല. ബാക്കി പിന്നെ ചോദിക്കാം.